Hello friends, welcome to my YouTube channel. 5000 to 50,000 best smartphone list. ആദ്യത്തെ സ്മാർട്ട് ഫോൺ പോക്കോ C61. ഈ ഫോണിൽ ഉള്ളതും ഇല്ലാത്തതും പറയാൻ നിൽക്കുന്നില്ല. പറയാൻ നിന്നാൽ സമയം ഒരുപാടാവും. സ്ക്രീനിൽ കൊടുത്തേക്കാം. പ്രൈസ് 5,999. അടുത്തത് പോക്കോ M6 Pro 5G. സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റാണ്, അത് കാരണം ഗെയിമിങ്ങിനൊക്കെ നന്നായിട്ടുണ്ടാവും. പ്രൈസ് 10,000. അടുത്തത് ഒരു റിയൽമി ഫോണാണ്, റിയൽമി നാർസോ 16X 5G. 6GB 128GB പ്രൈസാണ് 50,000. അടുത്തതും ഒരു പോക്കോ ഫോണാണ്, പോക്കോ X6 5G. ഇത് അടിപൊളി ഗെയിമിംഗ് പെർഫോമൻസ് ചെയ്യുന്ന ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 പ്രോസസ്സറാണ്. പ്രൈസ് 20,000. അടുത്തത് ഒരു വൺ പ്ലസിൻ്റെ ഫോണാണ്, നോർഡ് CE4. ഓൾറൗണ്ട് ഫുൾ പാക്കിംഗ് ആയിട്ട് വരുന്നൊരു ഫോണാണ്. ബാറ്ററി ലൈഫ് 5500 mAh. 25,000 ബെസ്റ്റ് ഫോണാണ്. അടുത്തതും ഒരു പോക്കോ ഫോണാണ്, പോക്കോ F6 5G. 8 Gen 3 OS ക്യാമറയോടെ കൂടി വരുന്ന അടിപൊളി ഫോണാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ചൂടാവും. പ്രൈസ് 30,000. അടുത്തത് IQ Neo 9 Pro. ഇതൊരു അടിപൊളി ഫോണാണ്. ലുക്കിലും ഓൾ റൗണ്ട് പാക്കിംഗ് ആയിട്ട് വരുന്ന ഒരു ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 36,900 രൂപയാണ്. അടുത്തത് ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്, സാംസങ് ഗാലക്സി S23 FE. ഇതിൽ സാംസങ്ങിൻ്റെ എക്സിനോസ് പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 38,000 ആണ്. അടുത്തതും ഒരു സാംസങ് ഫോണാണ്, ഗാലക്സി S23. ഈ ഫോണിൻ്റെ പ്രശ്നം വെച്ചാൽ ബാറ്ററി മാത്രമേ ഉള്ളൂ. ബാറ്ററി കഷ്ടിച്ച് ഒരു ദിവസം താങ്ങും. പ്രൈസ് 50,000 ആണ്. ഒരു ശരാശരി മനുഷ്യനിക്ക് ഒരു 50,000 താഴെയുള്ള ഫോൺ മതി. അതിൽ നമുക്ക് വേണ്ടത് എല്ലാം ഉണ്ടാവും. 50,000 മുകളിൽ എടുക്കുകയാണെങ്കിൽ ഏത് ഫോൺ വേണമെങ്കിലും എടുക്കാം. എല്ലാം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ്, എല്ലാം നന്നായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ ഇഷ്ടം ആ ബ്രാൻഡ് നോക്കി ഇഷ്ടപ്പെട്ട് എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരിക. എന്നാൽ എല്ലാവർക്കും ടാറ്റാ ബൈ.